അവസാനം സൈന്യം എത്തി. ഇന്ന് രാവിലെ എത്തുമെന്ന് പറഞ്ഞ സൈന്യം പട്ടാളം എത്തിയത് ഉച്ചയായപ്പോഴാണ്. എവിടുന്നാ വന്നത്? കർണാടകയിലെ തന്നെ ബെൽഗാമിൽ നിന്ന്. ഇത്രയും വലിയ ദുരന്തം ഉത്തര കർണാടകത്തിലെ അങ്കോളയിലെ ഷിരൂരിൽ ഉണ്ടായിട്ട് കർണാടകത്തിലെ തന്നെ ബെൽഗാം സൈനിക ക്യാമ്പിൽ നിന്ന് അവിടെ പട്ടാളം എത്താൻ ഇത്രയും ദിവസം വൈകി. 6-ാം ദിവസമാണിത്. മുഖ്യമന്ത്രിയും 6-ാം ദിവസം എത്തിയിട്ടുണ്ട്, സിദ്ധാരാമയ്യ. 5-ാം ദിവസം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കർണാടകക്കാരനായ HD കുമാരസ്വാമി വന്നു. എന്നിട്ട് അദ്ദേഹം ഒഴിഞ്ഞത് ഇവിടെ പട്ടാളത്തെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ്. സുപ്രീം കോടതിയിൽ ഹർജി എത്തി. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ ഹർജി. അടിയന്തരമായിട്ട് പട്ടാളത്തെ അയക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കണമെന്ന് ഈ ദുരന്ത സ്ഥലത്തേക്ക്. അർജുൻ ഉൾപ്പെടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. ഇതെന്താ ഇത്? എന്തൊരു അനാസ്ഥയാണിത്? ഇതൊരു ഗവൺമെന്റ് ആണോ? കർണാടക ഗവൺമെന്റ്, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ്. ഈ സിദ്ധാരാമയ്യ 6 ദിവസം എവിടെയായിരുന്നു? 6-ാം ദിവസം അവിടെ എത്തിയിരിക്കുകയാണ്. ഈ HD കുമാരസ്വാമി 4 ദിവസം ഇവിടെ ആയിരുന്നു, 5-ാം ദിവസം എത്തിയിരിക്കുകയാണ്. മരിച്ചത് മലയാളികളല്ലല്ലോ, മാത്രമല്ലല്ലോ, കന്നഡക്കാര് കർണാടകയിലുള്ളവരും മരിച്ചില്ലേ? ഒരു കുടുംബം മുഴുവൻ ഒലിച്ചു പോയില്ലേ? അവർ മുഴുവൻ മരിച്ചില്ലേ? ഇനി മണ്ണിനടിയിൽ ആരൊക്കെയുണ്ട് എന്ന് അതിൻ്റെ അകത്ത് കർണാടകക്കാരില്ലേ? സ്വന്തം സംസ്ഥാനത്ത് ബെൽഗാവിലെ പട്ടാള ക്യാമ്പിൽ നിന്ന് സൈന്യത്തെ ക്ഷണിച്ചു വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? ദൂരെന്ന് ഡൽഹിന്നോ മുംബൈന്നോ ചെന്നൈന്നോ ഒന്നും വരേണ്ടതില്ലല്ലോ. എല്ലാ സംസ്ഥാനത്തും പട്ടാള ക്യാമ്പുകളുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പാങ്ങോട് പട്ടാള ക്യാമ്പുണ്ട്. ഒരു ദുരന്തമുണ്ടായാൽ പട്ടാളത്തെ ഏറ്റവും വേഗം വിന്യസിക്കാൻ കഴിയുന്ന ഏറ്റവും നിയറസ്റ്റ് പട്ടാള ക്യാമ്പിൽ നിന്ന് എല്ലാ സന്നാഹങ്ങളുമായിട്ട് ആൾക്കാരെ എത്തിക്കുക. അതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? അത് സംസ്ഥാന ഗവൺമെന്റാണ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ്, ബന്ധപ്പെട്ട അധികാരികളാണ്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അവരാരെ വേണ്ടപ്പെട്ടവരെ വിളിക്കണം? പ്രധാനമന്ത്രിയെ വിളിക്കണം, അല്ലെ ആഭ്യന്തരമന്ത്രിയെ വിളിക്കണം, പ്രതിരോധ മന്ത്രിയെ വിളിക്കണം. രാജ്യത്തിൻ്റെ എത്രയും പെട്ടെന്ന് പട്ടാളത്തിന്റെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തില്, ആവശ്യപ്പെടേണ്ടുന്ന ഒരു ഘട്ടത്തില്, അടിയന്തര ഘട്ടത്തില് സ്വന്തം സംസ്ഥാനത്തു നിന്ന് ജയിച്ചു പോയി കേന്ദ്രമന്ത്രിയായ കുമാരസ്വാമി വന്ന് പറയുകയാണ് പട്ടാളത്തെ വിളിക്കേണ്ട കാര്യമില്ല. ഇത്രയും അനാസ്ഥ ഒരു ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കർണാടക ഗവൺമെന്റ് ഇതൊരു ഗവൺമെന്റ് ആണോ? അപ്പോൾ സുപ്രീം കോടതി ഹർജി പോയപ്പോൾ പട്ടാളം വന്നു. ഇനി സുപ്രീം കോടതി പരിഗണിക്കുമെങ്കിൽ പട്ടാളം വന്ന സ്ഥിതിക്ക് 40-അംഗ സംഘത്തെയാണ് ബെൽഗാമിൽ ഇപ്പൊ പട്ടാള മേധാവികള് ഈ ദുരന്ത സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നത്. രാവിലെ എന്ന് പറഞ്ഞിട്ട് ഉച്ചയായി വന്നിട്ട് ഇപ്പൊ അവര് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ 5 ദിവസം പോയിട്ട് 6-ാം ദിവസം ചെയ്യുന്ന രക്ഷാപ്രവർത്തനത്തിന് യഥാർത്ഥം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് ചില പ്രേക്ഷകര് നിങ്ങൾ ഏകപക്ഷീയമായിട്ട് സംസാരിക്കുന്നു, കർണാടക സർക്കാരിനെതിരെ. പെട്ടിമുടിയിലെ ഉണ്ടായ ദുരന്തം ഓർമ്മയില്ലേ? അവിടുന്ന് ഇപ്പോഴും എല്ലാ മൃതദേഹങ്ങളും അവിടുന്ന് വീണ്ടെടുക്കാൻ പറ്റിയോ? പെട്ടിമുടിയെയും അങ്കോളയിലെ ഷിരൂരിനെ താരതമ്യം ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകരോട് ഞങ്ങൾ പറയട്ടെ, ആ കമന്റ് ഇട്ടവരോട് പറയട്ടെ, എല്ലാവരോടുമല്ല. രണ്ടും രണ്ടാണ്. പെട്ടിമുടി എവിടെയാണ്? 71 പേരുടെ മരണത്തിനിടയാക്കിയ പെട്ടിമുടി എവിടെയാണ്? മൂന്നാറിനും മുകളിൽ, സമുദ്രനിരപ്പിൽ നിന്നും മൂന്നാറിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തിലെ ഒരു ലായം, തൊഴിലാളികൾ താമസിക്കുന്ന ഒരു തടാകമുള്ളൊരു ലായത്തിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. മണ്ണിടിഞ്ഞ് വീണിട്ട് അവിടേക്കുള്ള ഏക കരമാർഗ ഗതാഗതത്തിന്റെ പാലം വരെ പൊളിഞ്ഞുപോയി. അവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. 2-ാം ദിവസമാണ് അവിടെ സന്നദ്ധ പ്രവർത്തകരും പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് എത്തിയിട്ട് ഈ മണ്ണ് മാന്തിയിട്ട് ഇത്രയും മൃതദേഹങ്ങൾ തിരിച്ചെടുത്തു.
എത്രയോ അടി ഉയരത്തിലാണ് ഇപ്പോൾ ഇവിടെ കർണാടകയിൽ അങ്കോളയിൽ മണ്ണിടിഞ്ഞ് വീഴുന്നേക്കാളും എത്രയോ അടി ഉയരത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് പെട്ടിമുടി വീണതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നിട്ടും കഴിയാവുന്നത്ര രക്ഷാപ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരും മറ്റു ഏജൻസികളെയും വിളിച്ചിട്ട് ദുരന്ത നിവാരണ സേനയും വിളിച്ചിട്ട് അവിടെ ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ടും ചില മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അത് ഗതാഗതം നഷ്ടപ്പെട്ട് പിന്നെ ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടാണ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് സുരക്ഷാ ദുരന്ത സേന എത്തുന്നത്, നിവാരണ സേന എത്തുന്നത്. ആ പെട്ടിമുടിയിലെ ദുരന്തത്തിൽ കേരള സർക്കാരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവര് ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് എന്തടിസ്ഥാനമാണ്? അങ്കോള എവിടെ കിടക്കുന്നു? ദേശീയപാത 66 നാഷണൽ ഹൈവേ 66 ആ ദേശീയപാതയിലുണ്ടായ ദുരന്തമാണ്. മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴെ നദി, ദേശീയപാതയാണ്. അപ്പം റോഡ് ആക്സസ് അവിടെയുണ്ട്. ദുരന്തം ഉണ്ടായിടത്തേക്ക് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ സന്നാഹങ്ങൾ എത്തിക്കാനുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയപാത എവിടെയുണ്ട്? പെട്ടിമുടിയിൽ റോഡ് ഒലിച്ചു പോയിട്ട് രക്ഷാപ്രവർത്തനം വൈകി. ഇവിടതാണ് അവസ്ഥ. 3 ദിവസം ഒരു JCBയും 2 ഫയർഫോഴ്സ് വണ്ടിയും മാത്രം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. കന്നഡ ജോലി കന്നഡ മക്കൾക്ക് എന്ന് പറഞ്ഞ് അവിടെ നിയമം പാസ്സാക്കിയിട്ട് അത് പിന്നെ പ്രതിഷേധം വന്നപ്പോൾ അത് മരവിപ്പിച്ച ഗവൺമെന്റാണ്. ബംഗളൂരുവിലും കർണാടകത്തിലും എത്രയോ മലയാളികൾ IT മേഖലയിലും മറ്റു മേഖലയിലും വർക്ക് ചെയ്യുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ആദ്യ ജോലികൾ കന്നഡികൾക്ക് വേണം, കന്നഡക്കാർക്ക് വേണം എന്ന് നിയമമുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് അങ്ങനെ ഒരു ഗവൺമെന്റ് എന്തിനാണ്? ഇപ്പൊ കേരളത്തിലെ മലയാളികൾക്ക് മാത്രം ജോലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് എന്താവും? അതുപോലൊരു നിയമം അവിടെ ഉണ്ടാക്കി പ്രതിഷേധം വന്നപ്പോൾ അത് മരവിപ്പിച്ചു. അതേ ആറ്റിറ്റ്യൂഡ് ഒരു മലയാളി അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്നിട്ട് 6 ദിവസമായിട്ടും ഇത്രയും അലംഭാവം ആറ്റിറ്റ്യൂഡ് ആ ഗവൺമെന്റ് കാണിക്കും. ഇതൊരു കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ഇപ്പൊ ആർമി വന്നു, ഈ നിമിഷം വരെ ആർമി വന്ന് ഇപ്പൊ അവിടെ അവര് രക്ഷാപ്രവർത്തനം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഈ വീഡിയോ എടുക്കുന്ന സമയം എന്താണ് ഇതിന്റെ റിസൾട്ട് ഔട്ട്കം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലത് വരട്ടെ എന്ന് നമുക്ക് പറയേ നിവൃത്തിയുള്ളൂ. ഇതില് ഏറ്റവും മനുഷ്യത്വരഹിതമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് വന്ന റിപ്പോർട്ടുകളിലൂടെ നോക്കുക. അവിടെ ചെന്ന ഈ ലോറിയുടെ ഉടമ, മലയാളിയായ കോഴിക്കോട് ഈ ലോറിയുടെ ഉടമ മനാഫിനെ പോലീസ് മർദ്ദിച്ചു. അതേപോലെ അവിടെ രക്ഷാപ്രവർത്തനം ചെന്ന കേരള സംഘത്തിലെ രഞ്ജിത്ത് ഇസ്രയേലിനെതിരെ പോലീസ് മോശമായിട്ട് പെരുമാറി. മനാഫിനെ പോലീസ് മർദ്ദിച്ചു. ആരാ അതിന് നേതൃത്വം കൊടുത്തത്? കർവാർ SP. എന്നിട്ട് ഈ കർവാർ SP M നാരായണ അവിടെ വന്ന റഡാർ വാഹനത്തിന്റെ സൈഡിൽ നിന്നൊരു സെൽഫി എടുത്തിട്ടിരിക്കുക അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജ്. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിലുണ്ടല്ലോ. ഈ SP അവിടെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് കർണാടക സർക്കാർക്ക് തീരുമാനിച്ചൂടെ? ഇത്രമാത്രം നിരുത്തരവാദപരമായ മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുന്ന ഒരു പോലീസ് ഓഫീസർ, IPS ഓഫീസർ, ഇപ്പൊ അതിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഈ അവിടെ ചെന്നവരെ മർദ്ദിച്ചത്. അപ്പൊ ഒന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച, 2 അവിടെ എത്തിയ പോലീസ് ഓഫീസർ, IPS ഓഫീസർ കാണിച്ച മര്യാദകേട്. തീർന്നില്ല, ഇനി പലതുമുണ്ട്. ഇനി സൈന്യമെത്തി, പട്ടാളമെത്തി, അവരെന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ലത് വരട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും ആശിക്കുന്നു.